പ്രൊഫസർ എസ് മോഹനകുമാർ കൂടി ചേരുകയാണ്. ശ്രീ മോഹനകുമാർ, ഇത് പ്രഖ്യാപനങ്ങൾ മാത്രമുള്ള ബജറ്റ്, കുറേ വാചാടോപം മാത്രം, ഒരുപാട് സമയമെടുത്തു ബജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി. അതൊരു റെക്കോർഡിൽ ഇടം നേടുന്നു, 4ാമത്തെ ഏറ്റവും വലിയ ബജറ്റാണെന്നുള്ള ഖ്യാതിയും നേടുകയാണ്. അത് സ്പീക്കർ അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു നിയമസഭയിൽ. പക്ഷേ ഇതിനകത്ത് എന്താണ്, ഇത് ആര് നടപ്പാക്കും? ഈ പദ്ധതികൾ നടപ്പാക്കുവാനുള്ള പണം എവിടെയാണ്? ഇതിനെപ്പറ്റി ഒന്നും ഉള്ള പരാമർശം ഇല്ല. വെറുതെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്നത് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. നോക്കൂ, ഭരണഘടനാപരമായി ഒരു നിലവിലിരിക്കുന്ന ഗവൺമെന്റ് അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റ് തയ്യാറാക്കണം. തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റുന്നു. ഒരുപക്ഷെ ഈ ഗവൺമെന്റ് ഇനി അടുത്ത മെയ് മാസത്തിൽ മറ്റൊരു ഗവൺമെന്റ് വരികയാണെങ്കിൽ അവർക്ക് അവരുടേതായ ബഡ്ജറ്റ് അവതരിപ്പിക്കാം. ഈ ബഡ്ജറ്റിൽ മെയ് വരെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാം. പക്ഷേ നടപ്പിലാക്കുമ്പോൾ ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റണമല്ലോ. അത് നമുക്ക് അങ്ങനെ കണ്ടാൽ മതി. പക്ഷെ ഈ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഭരണഘടനാ പ്രകാരം ഒരു ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആവാം, ഒരു നമ്മളുടെ സാമ്പത്തിക സ്ഥിതി വിശദീകരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആവാം. പക്ഷേ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയ പാർട്ടിയുടെ തത്വസംഹിതയും ആ രാഷ്ട്രീയ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളും അവർ മുന്നോട്ട് വെച്ച് ആ രാഷ്ട്രീയ പാർട്ടി ഇലക്ഷനിൽ അധികാരത്തിൽ വന്നപ്പോൾ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് കൊടുത്ത ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ, പ്രകടന പത്രികയിൽ കൊടുത്ത വാഗ്ദാനങ്ങളും നിറവേറ്റേണ്ടതുണ്ട്. ആ നിറവേറ്റുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് വേണം ഒരു ബഡ്ജറ്റിനെ കാണാൻ. ആ രീതിയിൽ അതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണ്. പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന് പറയാനുള്ള മറ്റൊരു കാരണം, ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്ത് ആരുടെയെല്ലാം കയ്യിൽ എങ്ങനെയെല്ലാം വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് ബഡ്ജറ്റ്. അത് അങ്ങനെയാണ് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആവുന്നത്. ഒരാളിന്റെ കയ്യിൽ വലിയൊരു സ്പൂണും കൊടുത്ത് മറ്റൊരാളുടെ കയ്യിൽ ചെറിയൊരു സ്പൂണും കൊടുക്കുന്നതിന് പകരം നിലവിലിരിക്കുന്ന സമ്പത്തിനെ പരമാവധി കഴിയുന്ന രീതിയിൽ നീതിപൂർവമായി വിഭജിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ബഡ്ജറ്റിൽ നടത്തിയിരിക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ഇതുവരെ ഇങ്ങനെ ഒരു ബഡ്ജറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? അടിസ്ഥാന വർഗ തൊഴിലാളി സ്കീം വർക്കേഴ്സ് ഉൾപ്പെടെ, അംഗൻവാടികളിലെ ജീവനക്കാരുൾപ്പെടെ, അംഗൻവാടികളിലും മറ്റ് സ്കൂളുകളിലുമെല്ലാം ഡെയിലി വേജസിൽ ജോലി ചെയ്യുന്ന, ഭക്ഷണം പാചകം ചെയ്യുന്നവർക്കുൾപ്പെടെ ഉള്ള കൂലിയിൽ, അവരുടെ മാസ ശമ്പളത്തിൽ കഴിയുന്നത്ര വർധനവ് വരുത്തിയിരിക്കുന്നു. സർക്കാർ ജീവനക്കാർക്ക് മാർച്ചോടുകൂടി അവരുടെ എല്ലാ DA കുടിശ്ശികകളും കൊടുത്തു തീർക്കുമെന്ന് വാഗ്ദാനം നൽകുന്നു. കഴിഞ്ഞ 10 വർഷത്തെ നമ്മളുടെ അനുഭവം നോക്കാം. ഈ 2025 ഒക്ടോബർ മാസത്തിൽ 1600 രൂപയായിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ 2000 രൂപയാക്കിയപ്പോൾ അന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് നടപ്പിലാക്കാൻ വേണ്ടിയല്ല, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കിയതാണ്. പക്ഷെ നമ്മുടെ അനുഭവം എന്താണ്? ഈ ജനുവരിയിൽ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഒരു മാസ കുടിശ്ശിക പോലും ഇല്ലാതെ 2000 രൂപ 62 ലക്ഷം ആളുകൾക്കും അവരുടെ സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഭാഗമായി കൊടുത്തു കഴിഞ്ഞു. ആശാ വർക്കർ കൊടുത്തു കഴിഞ്ഞു. കണക്ട് ടു വർക്ക് പ്രോഗ്രാം ഗവൺമെന്റിന്റെ അതിൽ തന്നെ ഇപ്പൊ 87,000 പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. 30 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം പരിശീലനത്തിന് വേണ്ടി കൊടുക്കുന്ന പൈസ, 31 ലക്ഷം വനിതകൾക്ക് വേണ്ടി 1000 രൂപ മാസം കൊടുക്കുമെന്ന് പറഞ്ഞത് ഏകദേശം 16 ലക്ഷം വനിതകളെ രജിസ്റ്റർ ചെയ്തു. ആ പ്രോഗ്രാം നടക്കുകയാണ്. ഇങ്ങനെ ഗവൺമെന്റ് എന്തെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കഴിഞ്ഞ 10 വർഷത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്ത് കാണിച്ച ഒരു ഗവൺമെന്റ്, 2 ഗവൺമെന്റുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് നടപ്പിലാക്കില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും നമുക്ക് വേണ്ട. ശരി ശ്രീ മോഹനകുമാർ, ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.